ഉണ്ട്. അഭിമന്യ സക്കറിയാസ് മാർ ഫെലിക്സ് തിരുമേനി, യോഗാധ്യക്ഷൻ കോർപ്സ് പാപ്പാച്ചൻ, ഇവിടെ കടന്നു വന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികരും, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, ശാരീരികമായി അല്പം ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നേരെ നിന്ന് പ്രസവിക്കാനൊക്കെ സാധിക്കാറുണ്ട്. സ്വല്പം ജനിക്കൊക്കെയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ സദയം ക്ഷമിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ഈ ലോകത്തിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അവന്റെ ആരോഗ്യമാണ്. ആരോഗ്യം ഇല്ലാതെ ആയുസ് കിട്ടിയിട്ട് എന്ത് പ്രയോജനം? ദീർഘായുസ് കിട്ടിയിട്ട് എന്ത് പ്രയോജനം? ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛനോടൊപ്പമുണ്ടായി ഒരു രാജ്യത്തെ 110 വയസ്സുള്ള അല്ലെങ്കിൽ 115 വയസ്സുള്ള ആളുകൾ വണ്ടി ഓടിക്കുന്നു, ജോലി ചെയ്യുന്നു. അതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. ഞാൻ കഴിഞ്ഞ 2-3 വർഷമായിട്ട്, അതായത് പെൻഷൻ ആകുന്നതിന് മുമ്പ്, സഭയിലെ എല്ലാ കാര്യങ്ങളിലും വളരെ ആത്മാർത്ഥമായി സംബന്ധിച്ച ഒരു വ്യക്തിയാണ്. കാലിനൊരു ബുദ്ധിമുട്ട് വന്ന കാരണം കാലിനൊരു ഓപ്പറേഷൻ ചെയ്തു. കുറേ ഭാഗം എടുത്ത് കളഞ്ഞ പുറത്ത് അത് എടുത്ത് വെച്ച് അത് പിന്നിച്ച് കുറേ കാലിൻ്റെ കുറേ ഭാഗം ബോൺ കട്ട് ചെയ്തു. അവിടെ കമ്പിയിട്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആദ്യ കാലങ്ങളിൽ ഞാനത് വളരെ ഒരു ബുദ്ധിമുട്ടാൻ പ്രയാസമായിട്ട്, ദൈവമേ എനിക്കിങ്ങനെ തന്നല്ലോ അല്ലെങ്കിൽ എനിക്കിങ്ങനെ വന്നല്ലോ എന്ന് ഓർത്ത് ദുഃഖിച്ചു. പക്ഷേ എനിക്കിത് വന്നത് നല്ലത് എന്ന് ഞാൻ പിന്നീട് വിചാരിക്കുന്നു. കാരണം 3 നേരവും പ്രാർത്ഥിക്കാൻ ദൈവം ഒരു അവസരം തന്നപ്പോഴാണ്. ഞാനൊരു വൈദികനാണെങ്കിലും 3 നേരം പ്രാർത്ഥിക്കാൻ എന്നെ കൊണ്ട് സാധിക്കാതെ വന്നിട്ടുണ്ട്. രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കും, എന്നാൽ ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ദൈവമേ എന്നുള്ള വിചാരമുണ്ട്, ചിന്തയുണ്ട്. പക്ഷേ ക്രമപ്രകാരമുള്ള പ്രാർത്ഥന നടത്താൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല. വേദപുസ്തകം മുഴുവൻ വായിക്കാൻ എന്നെ കൊണ്ട് ഒരു അച്ഛനാണെങ്കിലും സാധിച്ചിട്ടില്ല. പക്ഷെ അതിനെല്ലാം ദൈവ അവസരം നന്നായി ഇപ്പോഴാണ്. വേദപുസ്തകം 10 പ്രാവശ്യം വായിക്കാൻ സാധിച്ചു, സങ്കീർത്തനം 2-3 പ്രാവശ്യം വായിച്ചു. അതുപോലെ തന്നെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള നല്ല അവസരം ഇപ്പോഴാണ് ലഭിച്ചത്. ഇനി നമ്മൾ മരിച്ചാലും നമുക്ക് പ്രയാസമില്ല. ഒത്തിരി കടബാധ്യതകളെല്ലാം ഞാൻ അച്ഛനായിരുന്ന സമയത്തുണ്ടായിരുന്നെല്ലാം ആ ദൈവം തന്ന അനുതാപത്തിന്റെ പശ്ചാത്താപത്തിന്റെ ഒരു സമയം എന്ന് വേണേൽ പറയാം. ഈ സമയത്ത് അതെല്ലാം ചെയ്തു തീർക്കാൻ ദൈവം അവസരം തരികയാണ്. എന്നോട് ദൈവം പറയുന്നത്, നിനക്ക് മേലാതിരുന്നാലും നിന്നെ ഞാൻ കൈവിടുകയില്ല. നീ എത്തേണ്ട സ്ഥാനത്തൊക്കെ എത്തി അവിടെ നിന്നെ വേണ്ട കാര്യം ഞാൻ നിനക്ക് ചെയ്തു തരും. പിന്നെ ഞാൻ എന്തിനാണ് വീട്ടിലിരിക്കുന്നത്? സ്വല്പം അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴേ എന്നെ കൂടുതൽ ആളുകൾ ബഹുമാനിക്കുന്ന എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും തിരുമേനി വന്നപ്പോൾ ഈ അച്ഛന്മാരുടെ ഓടിയോ ഇവിടെ ഇന്ന് ആൾക്കാരുടെ എഴുന്നേറ്റു. അച്ഛനാണ് സമയത്തേക്ക് അത്ര ഇത് കിട്ടുകയാണ്. ഇപ്പൊ തിരുമേനി വന്നെന്നുള്ള രീതിയിൽ എന്നെ കരുതാനും സഹായിക്കാനും പിടിക്കാനും ആളുകൾ ഇഷ്ടം പോലെയാണ്. അത് ദൈവാനുഗ്രഹമാണ്. ഈ സമയത്ത് ഇങ്ങനെ ഒരു അനുഭവം വന്നില്ലെങ്കിൽ ഒക്കത്തില്ല. അതുകൊണ്ട് ബലഹീനത വരുന്നത് നല്ലതാണ്. പക്ഷെ അതുപോലെ അതിനെ കാണാൻ മനസ്സ് വേണം. അല്ലെങ്കിൽ നമ്മൾ ക്ഷയിച്ചു പോകും. കോട്ടെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്.